കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ അന്വേഷണം ശക്തമായി തുടരുകയാണ്. ഗുരുതരമായ ലൈംഗികാതിക്രമവും നിർബന്ധിത ഗർഭചിത്രവും ശാരീരിക ആക്രമണവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി ഉന്നയിക്കുന്നത്. പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയി. യുവതി നൽകിയ ഓഡിയോ റെക്കോർഡുകളും ചാറ്റ് സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. അതിൽ രാഹുൽ ആദ്യം കുട്ടിയുണ്ടാകാൻ താല്പര്യം കാണിച്ചതും പിന്നീട് ഗർഭചിത്രത്തിന് ആവശ്യപ്പെട്ടതും ഉൾപ്പെടുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി ക്രൈംബ്രാഞ്ച് ഒരു പ്രാഥമിക കേസും എടുത്തിരുന്നു. യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ ഭർത്താവുമായി ഉണ്ടായ വ്യക്തിപരമായ പ്രശ്നത്തിൽ രാഹുൽ ഇടപെട്ടെന്നും പിന്നീട് സൗഹൃദം പ്രണയത്തിലേക്ക് മാറിയെന്നും തുടർന്ന് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞുവെന്നുമാണ് പറയുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യ ഹർജിയിൽ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു. യുവതിയുമായി സൗഹൃദം മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇവയെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെന്നും ആരോപിച്ചു. പോലീസ് യുവതി നൽകിയ മെഡിക്കൽ രേഖകളും ഓഡിയോ ക്ലിപ്പുകളും പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ഗർഭചിത്ര ഗുളിക കഴിച്ചതിനു ശേഷം ചികിത്സ നൽകിയ ഡോക്ടറുടെ അടക്കം സാക്ഷിമൊഴികൾ ഇന്നു മുതൽ കോടതിയിൽ രേഖപ്പെടുത്തും. ഇതിനിടെ രാഹുൽ രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. രാഹുൽ പാലക്കാട് ജില്ലയിൽ ഒളിവിൽ കഴിയുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഈ കേസിൽ അന്വേഷണം തുടരുമ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകളും വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.